ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഒന്നുകിൽ ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കണം, രണ്ടും കൂടെ ആവാൻ പാടില്ല. ഇപ്പോ വൺ പ്ലസ് ടു ഇസ് ഈക്വൽ ടു 3 അതൊരു സ്റ്റേറ്റ്മെന്റിന് എക്സാമ്പിൾ ആണ്. 5 പ്ലസ് 7 ഇസ് ഈക്വൽ ടു 2 അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻസർ ശരിയോ തെറ്റാണ്, പക്ഷെ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഒരു സെന്റൻസ് ഒന്നുകിൽ ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കണം. അങ്ങനെയുള്ള സെന്റൻസുകളെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് വിളിക്കുന്നത്. പക്ഷേ രണ്ടും കൂടെ ആവാൻ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0 ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല. ഇത്രയും മാത്രം എഴുതിയത് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. എന്തുകൊണ്ടാണ്? ഇത് എക്സിന് 2ഉം എക്സിന് 3ഉം കൊടുക്കുമ്പോൾ എന്താവും? 0 ആവും. പക്ഷെ എക്സ് നോട്ട് ഈക്വൽ ടു 2ഉം എക്സ് നോട്ട് ഈക്വൽ ടു 3ഉം ആവുന്ന സിറ്റുവേഷൻസിൽ ഇത് 0 ആവത്തില്ല. അപ്പോൾ ഇത് ഈ രണ്ട് കേസുകളിൽ ശരിയാകുന്നുണ്ട്, ഇത് ഈ രണ്ട് കേസ് ഒഴികെയുള്ള ബാക്കി കേസുകൾ തെറ്റാകുന്നുണ്ട്. അപ്പൊ ശരിയുമാകുന്നുണ്ട്, തെറ്റുമാകുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടി വന്നുകൊണ്ട് ഇതിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കില്ല. സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കണമെങ്കിൽ ഒന്നുകിൽ ട്രൂ ആയിരിക്കണം, ഒന്നുകിൽ എല്ലായ്പ്പോഴും ട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഫാൾസ് ആയിരിക്കണം. അങ്ങനെയുള്ള സെന്റൻസുകളെ നമ്മൾ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് വിളിക്കാറുള്ളൂ. അപ്പോ അത് നമ്മൾ സ്റ്റേറ്റ്മെന്റിനെ പറ്റി നേരത്തെ പറഞ്ഞതാണ്. മോഡ്യൂൾ തുടങ്ങിയപ്പോൾ സ്റ്റേറ്റ്മെന്റുകളെ പറ്റി പറഞ്ഞതാണ്. ഇനി ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസിനെ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കണമെങ്കിൽ ഒന്ന് ഇറ്റ് കണ്ടെയ്ൻസ് വൺ ഓർ മോർ വേരിയബിൾസ്, ഒന്നോ അതിലധികമോ വേരിയബിൾസ് ഉണ്ടായിരിക്കണം. നമ്പർ 2 ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ്, ഇത് സ്റ്റേറ്റ്മെന്റ് ആവാൻ പാടില്ല. ബട്ട് it becomes a statement when the variables in it are replaced by certain allowable choice. അപ്പോൾ ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസിനെ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കണമെങ്കിൽ ഇതിൽ ഒന്നോ അതിലധികമോ വേരിയബിൾസ് ഉണ്ടായിരിക്കണം. ഇത് സ്റ്റേറ്റ്മെന്റ് ആവാൻ പാടില്ല. പക്ഷേ അവിടെയുള്ള വേരിയബിൾസിന് certain ചോയ്സ് കൊടുക്കുമ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ആയിക്കൊള്ളണം. അങ്ങനെയുള്ള ഡിക്ലറേറ്റീവ് സെന്റൻസുകളെയാണ് ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, the number x plus 2 is an even integer. The number x plus 2 is an even integer. ഈ സെന്റൻസ് വേരിയബിൾ ഉണ്ടല്ലോ, ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. വേരിയബിൾ ഉണ്ട്, ഒരു വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഇത് ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്, ഇതിൽ വേരിയബിൾ ഉണ്ട്. ഇത് സ്റ്റേറ്റ്മെന്റ് അല്ല. കാരണം എന്താ? എക്സിന് 1 കൊടുക്കുമ്പോൾ 3 വരും, ഓഡ് വരും. എക്സിന് 2 കൊടുക്കുമ്പോൾ 4 വരും, എക്സിന് 4 കൊടുക്കുമ്പോൾ 6 വരും. അല്ല, ഓടും വരുന്നുണ്ട്, ഈവൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ് അല്ല. ഇനി ഇത് സ്റ്റേറ്റ്മെന്റ് ആവും when the variables ഇതിന് സ്റ്റേറ്റ്മെന്റ് ആക്കാൻ സാധിക്കും. എങ്ങനെയാ? ഹലോ, കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോ ഇതിന് സ്റ്റേറ്റ്മെന്റ് ആക്കാൻ സാധിക്കും. എങ്ങനെയാ? എന്ത് മാത്രം കൊടുത്താൽ മതി? എക്സ് എന്ത് മാത്രം ആയാൽ മതി? എക്സ് ഈവൻ മാത്രം ആയാൽ മതി അല്ലേ? അപ്പോ ഇതിനിപ്പോ ഞാൻ ലെറ്റ് px is x is an even integer. px എന്ന് വെച്ചാൽ x is an even integer. x is an even integer എന്നുള്ളത് px കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോ ഇതിനെ സ്റ്റേറ്റ്മെന്റ് ആക്കുന്നത് എങ്ങനെയാ? ഫോർ ഓൾ ആണെങ്കിൽ where x is all, where x is always,
ഈവൻ. എക്സ് ഈവൻ ആകുമ്പോൾ മാത്രമേ എന്താവുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടീഷൻ കൂടി കൊടുത്തു, ഒരു ചോയ്സ് കൊടുത്തു, എക്സ് എന്താവണം, ഈവൻ ആവണം. അല്ല, അങ്ങനെയല്ല, പി എക്സ് ഇസ് എക്സ് പ്ലസ് ടു ഇസ് ആൻ ഈവൻ ഇന്റിജർ. അപ്പൊ ദാറ്റ് ഈസ് ഇങ്ങനെ എഴുതാം, പി എക്സ് എക്സ് ഈസ് ഓൾസോ ഈവൻ. എക്സും ഈവൻ ആവണം, അപ്പോഴേ എന്താവുള്ളൂ. ഇത് ഇങ്ങനെ പറയുമ്പോൾ മാത്രമേ എന്താവുള്ളൂ, ഇത്രയും പറയുമ്പോൾ മാത്രമേ ഇത് സ്റ്റേറ്റ്മെന്റ് ആകുന്നുള്ളൂ. അപ്പോ ഇതൊരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റിന് എക്സാമ്പിൾ ആണ്. ഇപ്പോ എക്സാമ്പിൾ 2, സപ്പോസ് ക്യൂ എക്സ് വൈ, രണ്ട് വേരിയബിളുള്ളതാണ് ഒരു എക്സാമ്പിൾ. ക്യൂ എക്സ് വൈ, the number y plus 2, the number y plus 2, comma x minus y, comma and x plus 2y are even integers. Y plus 2, x minus y and x plus 2y are even integers. ഇതാണ് QXI. Y plus 2 even, x minus y even and x plus 2y are even integers. അപ്പോൾ എക്സിനും വൈനും നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് കൊടുക്കാതെ എല്ലാം ഈവൻ ആവത്തില്ല. അപ്പൊ ഇതും എന്തിന് എക്സാമ്പിൾ തന്നെയാണ്, ഓപ്പൺ സ്റ്റേറ്റ്മെന്റിന് എക്സാമ്പിൾ തന്നെയാണ്. ഇനി ക്വാണ്ടിഫയേഴ്സ്. വാട്ട് ആർ ക്വാണ്ടിഫയേഴ്സ്? ക്വാണ്ടിഫയേഴ്സ് നമ്മൾ അവിടെ ക്വാണ്ടിറ്റി മെൻഷൻ ചെയ്യുന്നതാണ് ക്വാണ്ടിഫയർ. ചിലപ്പോൾ എല്ലായിടത്തും ശരിയാവും, ചിലപ്പോൾ ഏതെങ്കിലും ചിലയിടത്ത് മാത്രം ശരിയാവും. കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ എല്ലായിടത്തും ശരിയാവും, ചിലപ്പോൾ ചിലയിടങ്ങളിൽ മാത്രം ശരിയാവും. അപ്പൊ രണ്ട് തരത്തിലുള്ള ക്വാണ്ടിഫയർ ആണ് ഉള്ളത്. എല്ലായിടത്തും ശരിയാവും എന്നുള്ളതിനെ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്നും, ചിലയിടത്ത് മാത്രം ശരിയാകും എന്നുള്ളതിനെ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എന്നും പറഞ്ഞു. രണ്ട് ക്വാണ്ടിഫയേഴ്സ് ആണ് നമുക്കുള്ളത്. There are two types of quantifiers. There are two types of quantifiers. There are two types of quantifiers. One is universal quantifiers. One is universal quantifiers. And other is existential quantifiers. And other is existential quantifiers. ക്വാണ്ടിഫയേഴ്സ് അതിന്റെ ക്വാണ്ടിറ്റി എത്രയുണ്ടെന്ന് മെൻഷൻ ചെയ്യുന്നതാണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയേഴ്സും എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സ്. ഒരു സെക്കൻഡ്. ഇപ്പോൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫയേഴ്സും എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സും, യൂണിവേഴ്സൽ ക്വാണ്ടിഫയേഴ്സിനെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ x² -
5x plus 6 is equal to 0. This sentence open statement sentence statement open statement px px is x square minus 5x plus 6 is equal to 0 for every x comma px എല്ലാ xും ശരിയാവും for every x comma px ഇങ്ങനെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആവും കാരണം എല്ലാ xനും ഇത് ശരിയാവില്ല അതേസമയം there exists an x such that px there exists an x such that px അപ്പോ ഈ പറഞ്ഞ for every എന്നുള്ളതിനെയാണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്നും there exists an x എന്ന് പറഞ്ഞതിനാണ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എന്നും പറയുന്നത് നമ്മള് ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ ഓപ്പൺ സ്റ്റേറ്റ്മെന്റുകളിൽ നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ ഓപ്പൺ സ്റ്റേറ്റ്മെന്റിന്റെ ഡെഫിനിഷനിലെ മൂന്നാമത്തെ കണ്ടീഷൻ അലവബിൾ ചോയ്സ് ഈ ചോയ്സുകളാണ് നമ്മൾ ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ ക്വാണ്ടിഫയേഴ്സ് ആണ് കൊടുക്കുന്നത് ഏതൊക്കെ ചോയ്സ് ആണ് കൊടുക്കുന്നത് യൂണിവേഴ്സൽ ചോയ്സും ഉണ്ട് എക്സിസ്റ്റൻഷ്യൽ ചോയ്സും ഉണ്ട് അതായത് the universal quantifier is denoted by for every x ഇങ്ങനെയാണ് ഒരു v ഇട്ടിട്ട് കട്ട് ചെയ്യുന്നതാണ് for every ഇതിനെ വായിക്കുന്ന for every x എന്ന് for every x and is read for every x അല്ലെങ്കിൽ or for any x for every എന്നോ for any എന്നോ അല്ലെങ്കിൽ for all x ഇതൊക്കെ യൂസ് ചെയ്യാം for every for any for all ഇനി രണ്ട് വേരിയബിൾ ആണെങ്കിൽ for every x comma y for all x comma y അങ്ങനെ if it is two variables if two variables are there, then we write for all x comma y. Read as for all x comma y, for any x comma y, for every x comma y, etc. This is called for all. For every എന്നുള്ളതിനെയാണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ എല്ലാം ഉണ്ട് അല്ലെ
അടുത്തത് രണ്ടാമത്തെ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ. The quantifier for some x which can also be expressed as for at least one x, for some x, or at least for some x, for at least one x, for at least one x, and there exists an x, there exists an x, or there exists an x, or there exists an x, there exists an x such that are called existential quantifiers, are called, and it is denoted by there exists an x, there exists an x. നമ്മൾ ഈനെ തിരിച്ചിടും, and is called existential quantifier, and is called existential quantifier. ഇപ്പൊ രണ്ട് ടൈപ്പ് ക്വാണ്ടിഫയേഴ്സ് ഉണ്ട്, ഒന്ന് യൂണിവേഴ്സൽ ക്വാണ്ടിഫയേഴ്സും മറ്റേത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സും. യൂണിവേഴ്സൽ ക്വാണ്ടിഫയേഴ്സിനെ ഫോർ എവരി എക്സ് എന്ന് പറയുന്നു, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിനെ there exists an x എന്ന് പറയും. So there are two types of quantifiers. One is universal quantifier for every, and other is existential quantifier called there exists. So we denote for every x, ഒരു വിനെ കട്ട് ചെയ്തിടുന്നത് for every x ഉം നമ്മുടെ ഈനെ തിരിച്ചിടുന്നത് there exists an x. ഓക്കെ, എക്സാമ്പിൾ. ഇപ്പോൾ രണ്ട് ടൈപ്പ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ മാത്രം മതി. ഒന്ന് യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിനെ ഫോർ എവരി എന്ന് ഡിനോട്ട് ചെയ്യുന്നു, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിനെ there exists എന്ന് നമ്മൾ വായിക്കും. അപ്പോ എക്സാമ്പിൾ ആയിട്ട് consider the open statements. Consider the open statements. Consider the open statements px. px എന്ന് വെച്ചാൽ x greater than or equal to 0. qx. qx എന്ന് വെച്ചാൽ x square greater than or equal to 0. rx. rx എന്ന് വെച്ചാൽ x square minus 3x minus 4 is equal to 0. അടുത്ത് sx. sx എന്ന് വെച്ചാൽ x square minus 3 greater than 0. അപ്പോൾ പി എക്സ്, ക്യു എക്സ്, ആർ എസ് എക്സ് എക്സ് ഇങ്ങനെ കുറെ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ഓപ്പൺ സ്റ്റേറ്റ്മെന്റുകൾ എടുത്തു. ഇനി one, there exists an x. There exists an x such that p of x and q of x. ഇതിന്റെ മീനിങ് എന്താ? ഇതിന്റെ മീനിങ് എന്താ? p of x എന്താണ്? x greater than or equal to 0. q of x എന്താണ്? x square greater than or equal to 0. നമ്മുടെ ഇവിടെ
p of x and r of x എന്ന് എടുത്താൽ p of x and p of x എന്താണ് x greater than or equal to 0, r of x എന്താണ് x square minus 3x minus 4 equal to 0. There exists an x p of x and that is there exists an x p of x എന്ന് പറഞ്ഞാൽ എന്താണ് x greater than or equal to 0 and x square minus 3x minus 4 equal to 0. നമുക്കറിയാം x square minus 3x minus 4 equal to 0 ആവുന്ന xകൾ ഏതൊക്കെയാ x minus 4 into x plus 1 equal to 0 അല്ലേ x ന്റെ വാല്യൂ 4 ഉം x ന്റെ വാല്യൂ -1 ഉം ആണ് അപ്പോ x greater than or equal to 0 ആവുകയും x square minus 3x minus 4 equal to 0 ആവുകയും ചെയ്യുന്ന ഒരു x ഉണ്ട് x equal to 4. അപ്പോൾ അതാണ് പറഞ്ഞത് there exists an x such that x greater than or equal to 0 and x square minus 3x minus 4 is equal to 0. So ആ x ന്റെ വാല്യൂ 4 ആണ്. So this is a true statement. Is true. Since x is equal to 4 exist ഈ കണ്ടീഷനകത്ത് x is equal to 4 exist അപ്പോൾ ഇത് ശരിയാണ്. Number 2, for all x px implies qx. ഇവിടെ വേണമെങ്കിൽ ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ടേ കഴിഞ്ഞതിൽ ഇവിടെ എങ്ങനെ എഴുതാം p of x and r of x that is the real number 4 അല്ലേ അപ്പോൾ p4 and r4 are true. p4 ട്രൂ ആണ് r4 ഉം ട്രൂ ആണ് അല്ലേ. Number 2, for every x p of x implies q of x. For every x p of x implies q of x. അപ്പോൾ ഇവിടെ മീനിങ് എന്താ for every x p of x എന്ന് വെച്ചാൽ x greater than or equal to 0 എന്നല്ലേ implies q of x എന്ന് വെച്ചാൽ എന്താണ് q of x എന്ന് x square greater than or equal to 0. അപ്പോൾ നോക്കിയാൽ ഞാനിവിടെ എക്സ് റിയൽ നമ്പർ നമുക്കിവിടെ ശ്രദ്ധിക്കണം നമ്മളിവിടെ സെറ്റുകളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ നമുക്കറിയാവുന്ന സെറ്റുകൾ ഏതൊക്കെ ഉണ്ട് നാച്ചുറൽ നമ്പർ സെറ്റ് ഉണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് അല്ലേ ആരാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ആരാ 1 2 3 എക്സെട്ര പോകുന്ന സെറ്റുകളാണ്. പിന്നെ ഇന്റിജർ സെറ്റ്സ് ഉണ്ട് അല്ലേ ഇന്റിജർ സെറ്റ് ആരാ സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് നമ്മൾ ഇസെറ്റ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇന്റിജർ സെറ്റ് ആരാ -2 -1 0 1 2 എക്സെട്ര അങ്ങനെ പോകുന്ന സെറ്റുകൾ അങ്ങനെ പോകുന്ന ആൾക്കാരാണ് ഇന്റിജേഴ്സ്. പിന്നെ റാഷണൽ നമ്പർ സെറ്റ് ഉണ്ട് അല്ലേ റാഷണൽ നമ്പർ സെറ്റ് ഉണ്ട്. റാഷണൽ നമ്പേഴ്സ് സെറ്റ് ആരാ റാഷണൽ നമ്പേഴ്സ് സെറ്റ് q കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതാരാ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് ദ ഫോം m by n such that m and n are integers and n not equal to 0 അല്ലേ. ഇനി ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റാത്ത ആൾക്കാർ. പിന്നെ റിയൽ നമ്പേഴ്സ് ഉണ്ട്. റിയൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് സെറ്റ് യൂണിയൻ ഓഫ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് ഈസ് കോൾഡ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ നോക്കിയേ ഇവിടെ ഫോർ ഓൾ എക്സ് ഞാൻ എക്സ് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് റിയൽ നമ്പർ സെറ്റിന് എടുത്താലേ ഏത് പോസിറ്റീവ് എടുത്താലും അതിന്റെ സ്ക്വയറും പോസിറ്റീവ് അല്ലേ ഇത് ശരിയല്ലേ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 for all x such that x greater than or equal to 0 implies x square greater than or equal to 0 അല്ലേ. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എക്സ് സ്ക്വയർ പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതും എന്താണ് ഓൾസോ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം
ഏത് പോസിറ്റീവ് നമ്പറിന്റെ സ്ക്വയർ എടുത്താലും, പോസിറ്റീവ് റിയൽ നമ്പറിന്റെ സ്ക്വയർ എടുത്താലും അതൊരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും. അപ്പൊ ഇതും ട്രൂ ആണ്. അടുത്തത് for all x qx implies sx. for all x qx എന്ന് വെച്ചാൽ എന്താണ്? x square greater than or equal to 0 implies sx എന്താണ്? sx എന്ന് പറയുന്നത് x square minus 3 greater than 0. x square minus 3 greater than 0. ഇവിടെ ഏത് പോസിറ്റീവ് എടുത്താലും ഇവിടെ പറയണ്ട, ഈ ഫോർ ഓൾ എക്സിന്റെ പ്രാധാന്യം നിങ്ങൾ നോക്കണം. നിങ്ങൾ ഇതങ്ങ് വിട്ടേക്ക്, ഇത് ഞാൻ മാറ്റി കളഞ്ഞാൽ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ഇംപ്ലൈസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്ന് വെച്ചാൽ ഒരു നമ്പറിന്റെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ആ നമ്പർ ആരാവാം? നെഗറ്റീവ് നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സും ആവാം. നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണെങ്കിലും അതിന്റെ സ്ക്വയർ പോസിറ്റീവ് ആയിരിക്കുമല്ലോ. ഇനി എക്സ് സ്ക്വയർ മൈനസ് 3 ഗ്രേറ്റർ ദാൻ 0, എക്സ് സ്ക്വയർ മൈനസ് 3 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ എക്സിന് പകരം ഞാൻ 5 കൊടുത്തു. 5ന്റെ അപ്പൊ അങ്ങനെയാണെങ്കിൽ 5 സ്ക്വയർ മൈനസ് 3 ഓക്കെ ആണ് അല്ലെ. എക്സിന് പകരം ഞാൻ 1 കൊടുത്തു. എക്സിന് 1 കൊടുത്താലോ 1 മൈനസ് 3 എന്താ വരിക? -2 ലെസ് ദാൻ 0 അല്ലെ, തെറ്റല്ലേ? ഇവിടെ ഫോർ ഓൾ എക്സ് എന്ന് ഞാൻ ഇട്ടാല്, ഫോർ ഓൾ എക്സ് എന്ന് ഞാൻ ഇവിടെ ഇട്ടാല് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റും. അപ്പോൾ ഇതെന്താണ്? ഫോർ ഓൾ എക്സ് എന്ന് എഴുതിയത് കൊണ്ട് ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈസ് നോട്ട് ട്രൂ അല്ലെ, ഇതൊരു ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് consider universe of all real numbers. Consider the universe of all real numbers. Consider the universe of all real numbers and examine the sentences. And examine the sentences. One, if a number is rational, then it is a real number. If a number is rational, then it is a real number. ഒരു നമ്പർ റാഷണൽ ആണെങ്കിൽ അത് റിയൽ നമ്പർ ആയിരിക്കും. നമ്പർ 2, ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറഞ്ഞാൽ ഇഫ് എക്സ് ഈസ് റാഷണൽ then എക്സ് ഈസ് റിയൽ. അപ്പോൾ ഇത് ട്രൂ ആണോ? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ആദ്യം ട്രൂ ആണോ? ആദ്യം നിങ്ങൾ സിംബോളിക് ആയിട്ട് മാറ്റുക. ഫസ്റ്റ് എന്താ? ലെറ്റ് പി എക്സ് ആയിട്ട് എക്സ് ഈസ് എ റാഷണൽ നമ്പർ എന്ന സ്റ്റേറ്റ്മെന്റിനെ പി എക്സ് എന്ന് വിളിച്ചു. ക്യു എക്സ് എക്സ് ഈസ് എ റിയൽ നമ്പർ എന്ന സ്റ്റേറ്റ്മെന്റിനെ ഞാൻ ക്യു എക്സ് എന്ന് വിളിച്ചു. ഒന്നാമത്തേതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇഫിലാ തുടങ്ങണേ. എ നമ്പർ ഈസ് റാഷണൽ. അപ്പൊ എന്താ പറയുക? ഇഫ് എക്സ് ഈസ് എ റാഷണൽ ദെൻ, ഇഫ് ദെൻ ഉണ്ടോ? ഇഫ് ദെൻ ആണ്. അപ്പൊ ഇഫ് ദെൻ വരുമ്പോൾ നമുക്കറിയാം എന്ത് കൊടുക്കും? നമ്മൾ അവിടെ ഇംപ്ലിക്കേഷൻ കൊടുക്കും. ഇഫ് ദെൻ വന്ന ഇംപ്ലിക്കേഷൻ കൊടുക്കും. അപ്പൊ ഇഫ് എക്സ് ഈസ് എ റാഷണൽ, അപ്പൊ if px then it is a real number, x is a real number qx. But if px then qx എന്നാണ്. ആക്ച്വലി ഒന്നാമതിൽ പറയുന്നത് എന്താ? if px
then qx എന്നാണ്. if px then qx നെയാണ് നമ്മൾ നേരത്തെ പഠിച്ച ലോജിക്കൽ കണക്റ്റീവ് വെച്ച് കണക്ട് ചെയ്യുന്നത്. px implies qx എന്നാണ് അല്ലെ. px implies qx എന്നുള്ളതാണ് തന്നിരിക്കുന്നത് ഒന്നാമത്തേതിൽ. that is px implies qx. px implies qx. ഇനി ഇത് എക്സ് റാഷണൽ നമ്പർ നോക്കിയേ, ഞാൻ ഇതിനെ ഇങ്ങനെ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇങ്ങനെ എഴുതുന്നു. ഫോർ ഓൾ എക്സ്, കാരണം വേരിയബിൾ എടുക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ കണ്ടീഷൻ പറയുന്നു. ഫോർ ഓൾ എക്സ് പി എക്സ് ഇംപ്ലൈസ് ക്യൂ എക്സ്. എക്സ് എന്ന് വെച്ചാൽ ആരാണ്? വെറും എക്സ് എന്ന് വെച്ചാൽ അവർ പറയുന്നുണ്ട് കൺസിഡർ യൂണിവേഴ്സ് ഓഫ് ഓൾ റിയൽ നമ്പർ. വെറും എക്സ് എന്ന് വെച്ചാൽ പി എക്സ് എന്നോ ക്യൂ എക്സ് എന്നോ, പി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റാഷണൽ ആവുള്ളൂ, ക്യൂ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റിയൽ ആണ്. ആക്ച്വലി ഇവിടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഫോർ ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നോക്കിയേ, എക്സ് റാഷണൽ ആണെങ്കിൽ എക്സ് റിയൽ ആയിരിക്കും, ശരിയല്ലേ? ഏത് റിയൽ നമ്പർ എടുത്താലും ഫോർ ഓൾ എക്സ് റാഷണൽ ആണെങ്കിൽ റിയൽ ആയിരിക്കും, ശരിയല്ലേ? അപ്പോ നമ്മളിവിടെ ട്രൂ അല്ലേ ഇത്. ഇനി രണ്ടാമത്തത്, എക്സ് ഈസ് റാഷണൽ ദെൻ എക്സ് ഈസ് റിയൽ. ഒന്നാമത്തത് എക്സ് റാഷണൽ ദെൻ ഇറ്റ് ഈസ് ഇഫ് എ നമ്പർ ഈസ് എ റാഷണൽ then it is a real number. രണ്ടാമത്തത് if x is rational then x is real. അപ്പോ x rational ഇത് രണ്ടും നമ്മൾ സെയിം ആയിട്ടില്ല. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം സെയിം മീനിങ് ആണ് തരുന്നത് അല്ലേ? അപ്പോ ഈ രണ്ടും സെയിം മീനിങ് ആണ് തരുന്നത്. അപ്പോൾ രണ്ടും സെയിം മീനിങ് ആണ് തരണമെങ്കിൽ ഇവിടെ ആണെങ്കിൽ എന്താ, ഇവിടെ എക്സ് എന്ന് പറയുന്നുണ്ട്, എക്സ് റാഷണൽ എക്സ് റിയൽ. ഇവിടെ ഇഫ് എ നമ്പർ ഈസ് റാഷണൽ ദെൻ ഇറ്റ് ഈസ് എ റിയൽ നമ്പർ. ഇവിടെ രണ്ടാമത് എക്സ് എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഈ എക്സ് എന്ന് എടുത്തു പറഞ്ഞാലേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഓപ്പൺ സ്റ്റേറ്റ്മെന്റിന്റെ പരിധിയിൽ പെടുത്താൻ പറ്റുള്ളൂ. ഓപ്പൺ സ്റ്റേറ്റ്മെന്റിന് വേരിയബിൾ വേണമെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ രണ്ടും സെയിം മീനിങ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് consider the open statement. Consider the open statement px. px എന്നത് x square greater than or equal to 1. x square greater than or equal to 1. ഞാനിവിടെ ഇവിടെ യൂണിവേഴ്സ് കൺസിസ്റ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലോ. ഇഫ് ദ യൂണിവേഴ്സ് കൺസിസ്റ്റ് ഓഫ്, യൂണിവേഴ്സിന് എക്സിന് എടുക്കാവുന്ന ചോയ്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യൂണിവേഴ്സ് കൺസിസ്റ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് അല്ലെ. പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് അല്ല, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുന്നത്, തെറ്റിപ്പോകും. യൂണിവേഴ്സ് കൺസിസ്റ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് ഇന്റിജേഴ്സ്, അവിടെയും ശരിയാവും. ഓൾ പോസിറ്റീവ് ഇന്റിജേഴ്സ്. പോസിറ്റീവ് ഇന്റിജേഴ്സ് ആരൊക്കെ ഉള്ളൂ? 1, 2, 3 ഉള്ളൂ. അപ്പോ
അങ്ങനെയാണെങ്കിൽ then the quantified statement quantified statement for all x px ഇത് ശരിയാണോ? നോക്കിയേ, എക്സിന് ആരെ കൊടുക്കാൻ അവകാശമുള്ളൂ? എക്സിന് 1 കൊടുക്കാം, എക്സിന് 2 കൊടുക്കാം, എക്സിന് 3 കൊടുക്കാം, എക്സിന് 4 കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാൻ അവകാശമുള്ളൂ. അപ്പോൾ അവിടെ എല്ലായ്പ്പോഴും എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ? 2ന്റെ സ്ക്വയർ ആയാലും 3ന്റെ സ്ക്വയർ ആയാലും 1ന്റെ സ്ക്വയർ ആയാലും എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണല്ലോ. അപ്പോൾ ഇത് ട്രൂ ആണ്. Then the quantified statement for all x px is true. ഇനി സെക്കൻഡ്, ഞാനിവിടെ യൂണിവേഴ്സ് ഈസ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എടുത്തല്ലോ. ഇഫ് the universe consists of all positive real numbers എടുത്താലോ, പോസിറ്റീവ് അല്ല, for all real numbers എടുത്താലോ, തൽക്കാലം for all real numbers എടുത്താലോ. ഇവിടെ റിയൽ നമ്പേഴ്സ് എടുത്താലേ, റിയൽ നമ്പേഴ്സിൽ 0.1 0.2 ഒക്കെ ഉണ്ട്, 0.3 ഒക്കെ ഉണ്ട് അല്ലെ. 0.1ന്റെ സ്ക്വയർ എന്ന് എടുക്കുമ്പോൾ എന്ത് വരും? 0.01 വരും. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് തെറ്റല്ലേ? അതേസമയം 5ഉം റിയൽ നമ്പറാണ്, പക്ഷെ 5ന്റെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഇവിടെ ചിലയിടങ്ങളിൽ ശരിയാവുന്നുണ്ട്, ചിലയിടങ്ങളിൽ തെറ്റാവുന്നുണ്ട് അല്ലെ. അപ്പൊ യൂണിവേഴ്സ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എടുത്തത് കൊണ്ട് ഇതെന്തായിരിക്കും? for all x px എന്നുള്ളത് തെറ്റായിരിക്കും. the quantified statement for all x px is false. For all x px is false. കൗണ്ടർ എക്സാമ്പിൾ ഒത്തിരി. കൗണ്ടർ എക്സാമ്പിൾ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കാണിക്കുന്നതിനാണ് കൗണ്ടർ എക്സാമ്പിൾ. നമ്മുടെ കൗണ്ടർ എക്സാമ്പിൾ ആയിട്ട് x = 1/2 കൊടുത്തു നോക്കും, കൗണ്ടർ എക്സാമ്പിൾ ആണ്. പക്ഷേ ഇവിടെ വേണമെങ്കിൽ അങ്ങനെ എഴുതിക്കോളാം, when x = 1/2 then p of 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അതാണ് തെറ്റാൻ കാര്യം. പക്ഷെ ഞാൻ there exist കൊടുത്താൽ, ഇവിടെ for every കൊടുത്തു, for every x px കൊടുത്തത് കൊണ്ടാണ് ഇത് ഫാൾസ് ആയത്. ഞാൻ there exist കൊടുത്താലോ, സപ്പോസ് നമ്മളവിടെ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ കൊടുത്താലോ, ഈ കൺസിഡർ there exists an x px, അതെന്തായിരിക്കും? അത് ട്രൂ ആണ് അല്ലെ. there exists an റിയൽ നമ്പർ px, ട്രൂ ആണ് അല്ലെ. 5 ഉണ്ട്, 6 ഉണ്ട്, ഒത്തിരി ഉണ്ടല്ലോ, is true. അത് ട്രൂ ആയിരിക്കും. കാരണം എല്ലായിടത്തും ശരിയാവണമെന്ന് പറയുന്നില്ല, എല്ലായിടത്തും ശരിയാവണമെന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിപ്പോകും. അപ്പോ there exists an x px for every x px. There exists an x px is there exists an x px is true. There exists an x px is true for some. There exists for some a in the some element a in the universe set, so that p of a true ആയാൽ മതി. ഇനി for every x px true ആവുന്നത് എപ്പോഴാണ്? is true
for every a in the universe set, so that P of A is true. അതായത് ലോകത്തുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഒരു യൂണിവേഴ്സ് ഏതെന്ന് പറയുന്നു അവിടെയുള്ള എല്ലാ എലമെന്റ് എ എടുത്താലും, അല്ലെങ്കിൽ എ ഒരു ഫിക്സഡ് എലമെന്റ് അല്ല, എല്ലാ എലമെന്റ് എ എടുത്താലും പി ഓഫ് എ ട്രൂ ആണ്. ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ല. യൂണിവേഴ്സിനകത്ത് നിന്ന് ഒന്നോ രണ്ടോ എലമെന്റ്സിന് ശരിയായാൽ മതി. എക്ക് വരെ ഒന്നോ രണ്ടോ വാല്യൂസ് മതി. ഇവിടെ എക്ക് വരെ എല്ലാ വാല്യൂസിനും ശരിയാവും. എന്നാലേ എക്സിസ്റ്റ് ആൻഡ് എക്സ് പി എക്സ് ട്രൂ ആവാൻ ഏതെങ്കിലും ഒന്നോ രണ്ടോ വാല്യൂസിന് ട്രൂ, ഒന്നോ രണ്ടോ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻഫിനിറ്റ് നമ്പറിനോ ആവാം ട്രൂ ആയാൽ മതി. ഫോർ എവരി എക്സ് പി എക്സ് ആണെങ്കിൽ ഒന്നും തന്നെ തെറ്റാൻ പാടില്ല. എല്ലാ എലമെന്റ്സിനും, യൂണിവേഴ്സൽ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും ആ സ്റ്റേറ്റ്മെന്റ് ശരിയാവണം. പി ഓഫ് എ ട്രൂ ആവണം. ഇനി there exists an x. What is negation of p of x means? There exists an x, negation of p of x. There exists an x, negation of p of x എന്ന് വെച്ചാൽ p of x ന്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് അല്ലേ? അവിടെ ഒരു x ഉണ്ടാവണം, അവിടെ ഒരു x എക്സിസ്റ്റ് ചെയ്യും, അവിടെ ഒരു x എങ്കിൽ ഒരു റിയൽ നമ്പർ, ഏതാണോ യൂണിവേഴ്സൽ സെറ്റ്, ഇപ്പൊ യൂണിവേഴ്സൽ സെറ്റ് റിയൽ നമ്പർ സെറ്റ് ആണെങ്കിൽ ഒരു റിയൽ നമ്പർ എങ്കിലും എക്സിസ്റ്റ് ചെയ്യണം. അതിന്റെ ഓപ്പോസിറ്റ് മീനിങ്, അപ്പോഴത് ശരിയാവും. ഇനി ഈ there exists an x such that p of x, അത് ഫാൾസ് ആവുന്നത് എപ്പോഴാ? ഈസ് ഫാൾസ് there exists an x px, അത് ഫാൾസ് ആവുന്നത് എപ്പോഴാ? അത് എല്ലാ ഏകൾക്കും ശരി. അപ്പൊ there exists an x എന്ന് പറയുമ്പോ എല്ലായിടത്തും ശരിയായാൽ there exists an x ശരിയല്ല അല്ലെ? അത് ഫാൾസ് ആവുന്നത് for every a, so that p of a false. p of a എല്ലായിടത്തും ഫാൾസ് ആവണമെങ്കിൽ ഒരിടത്ത് മാത്രം there exists an x p of x ഫാൾസ് ആവും. അടുത്ത് for every x p of x is false, എവിടെങ്കിലും ഒന്നോ രണ്ടിടത്ത് മാത്രം ശരിയാവണമെങ്കിൽ അത് ഫാൾസ് ആവും. എല്ലായിടത്തും ശരിയായില്ലെങ്കിൽ അത് ഫാൾസ് ആവും. അറ്റ്ലീസ്റ്റ് വൺ റീപ്ലേസ്മെന്റ് അല്ലെ, അറ്റ്ലീസ്റ്റ് വൺ എ വിത്ത് പി ഓഫ് എ ഫാൾസ്, ഒരിടത്തെങ്കിലും ഫാൾസ് ആയാൽ മതി. ഇതിന്റെ മീനിങ് എന്താ? ഇതിന്റെ മീനിങ് ഫോർ ആൾ എക്സ് പി എക്സ് എന്ന യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാ എക്സുകൾക്കും പി ഓഫ് എക്സ് ട്രൂ ആണ്. അപ്പൊ അതിന്റെ തെറ്റാണെന്ന് പറയണമെങ്കിൽ ഒരിടത്തെങ്കിലും തെറ്റായാൽ മതി, ഒരു എക്സാമ്പിളിലെങ്കിലും തെറ്റായാൽ മതി.